സ്ഥിരമായി അധികാര കസേരകളിലും സ്വാധീന മേഖലകളിലും വിഹരിക്കുന്നവർ പലർക്കും നിലവാരമില്ലാത്തവർ. എന്നിട്ടും അഹങ്കാരവും ആത്മവിശ്വാസവും കൂടിക്കുഴഞ്ഞിരിക്കുന്നു. എങ്ങനെ ഇവയെ വേർതിരിക്കാം? ഈശ്വരനിലേക്കുള്ള സമർപ്പണം ആഴത്തിൽ വികസിപ്പിക്കുക മാത്രമാണ് ഇതിനുള്ള പോംവഴി. ഭക്തിയുടെ മാർഗം രണ്ടു പേർക്ക് ഒരുമിച്ച് സഞ്ചരിക്കാൻ പറ്റാത്ത വിധം ഇടുങ്ങിയതാണ്. ഞാനുള്ളപ്പോൾ ഭഗവാനില്ല, ഭഗവാൻ വന്നപ്പോൾ ഞാനുമില്ല. ഈശ്വരനിലേക്കുള്ള യാത്ര സഹയാത്രികരില്ലാത്ത ഏകാന്തമായതാണ്. അഭിമാനത്തെയും അഹങ്കാരത്തെയും വിശ്വാസത്തെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധം വ്യക്തികൾ ഈശ്വരനിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. വിശ്വാസം എന്ന് പറയുന്നത് തൻ്റെ കാലുകൾക്ക് എത്ര ചുവടുകൾ മുന്നോട്ട് നീങ്ങാനുള്ള ശക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്നതിനെയാണ്. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുള്ള ശക്തിക്കനുസരിച്ച് ഞാൻ ചുവടുകൾ വയ്ക്കുകയും ചെയ്യും. അമിതമായ ആത്മവിശ്വാസം എന്ന് പറയുന്നത് തൻ്റെ കാലുകൾക്ക് എത്ര ചുവടുകൾ മുന്നോട്ട് വയ്ക്കാനുള്ള കഴിവുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ കാലുകൾക്ക് തളർച്ചയുണ്ടാവുന്ന വിധം മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അഹങ്കാരം എന്നത് ഒരു വ്യക്തിയുടെ ബോധത്തെ വിവേകത്തെയൊക്കെ മന്ദീഭവിപ്പിക്കുന്നു. ഒരു വ്യക്തി സ്വയം ഏകാന്തതയിൽ ഇരുന്നു കൊണ്ടല്ലാതെ മറ്റാർക്കും ഈ വിഷയത്തെ ഇത്ര ഗഹനമായി സത്യസന്ധമായി വിലയിരുത്താനാവില്ല. എവിടെ നിന്നാണ് അഹങ്കാരം വന്നത്? എന്റെ പ്രവൃത്തികളുടെ പിന്നിൽ എപ്പോഴൊക്കെയാണ് അഹങ്കാരമുണ്ടായിരുന്നത്? എപ്പോഴൊക്കെയാണ് സമർപ്പണമുണ്ടായിരുന്നത്? എവിടെയായിരുന്നു വിശ്വാസമുണ്ടായിരുന്നത്? എവിടെ അമിത വിശ്വാസമുണ്ടായിരുന്നു? അഭിമാനവും നിഷ്പക്ഷമായ ആത്മപരിശോധനയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആത്മവിശ്വാസത്തിനും അഹങ്കാരത്തിനുമൊക്കെ ഇടയിലൂടെയുള്ള യഥാർത്ഥ വഴി കണ്ടെത്താനുള്ള മാർഗമെന്ന് പറയുന്നത് നിഷ്പക്ഷമായ സ്വയം വിലയിരുത്തലാണ്.